തന്ത്രശാസ്ത്ര രംഗത്തെ പുരോഗമനാത്മകമായ വിപ്ലവം സൃഷ്ടിച്ച ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ പറവൂർ ശ്രീ ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠത്തിൽ നടക്കുകയാണ്. ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, സംസ്കാര ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? ഇന്നലെ അന്തരിച്ച വടക്കൻ പറവൂരിലെ ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രികളുടെ സംസ്കാര ചടങ്ങുകൾ ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠത്തിൽ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. ഇന്നലെ രാവിലെയാണ് അദ്ദേഹം അന്തരിച്ചത്. രോഗബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്ത്യം. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണി മുതൽ തന്നെ അദ്ദേഹം തന്നെ ആചാര്യനായ ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠത്തിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. പൊതുദർശനത്തിന് ശേഷം ഇവിടെ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. 3 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ബന്ധുക്കളൊക്കെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ച ശേഷം വീട്ടിൽ നിന്നും 3 മണിയോടുകൂടി അദ്ദേഹം ആചാര്യനായ ഗുരുദേവ വൈദിക തന്ത്ര വിദ്യാപീഠത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചു. ആ സമയം മുതൽ തന്നെ വലിയ ഒരു അദ്ദേഹം ശിഷ്യ സമ്പത്ത് കൊണ്ടൊക്കെ അനുഗ്രഹീതനാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളുടെയൊക്കെ വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു ഇങ്ങോട്ടേക്ക്. നാട്ടുകാരും അദ്ദേഹത്തിന്റെ ശിഷ്യരും അടക്കമുള്ള ആളുകൾ ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ BJP മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരനും KP ശശികല ടീച്ചറും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ മറ്റ് അബ്രാഹ്മണരടക്കമുള്ള ആളുകളെ ഈ തന്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ച് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ശാന്തിമാരായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എന്തായാലും ഈ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പൂജാതി കർമ്മങ്ങൾ ചെയ്യാനും വേദതന്ത്രാദികൾ അഭ്യസിക്കാനും പരിശീലനം നൽകുന്നതിൽ അനിരുദ്ധൻ തന്ത്രി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പിന്തുടർന്നാണ് കേരളത്തിലെ നിരവധി അബ്രാഹ്മണ ശാന്തിമാർക്കും പുരോഹിതർക്കുമൊക്കെ തന്ത്രവിദ്യയിൽ ശാസ്ത്രീയമായി പരിശീലനം നൽകിയത്. എന്നാലും കേരളത്തിൽ ആദ്യമായി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ പ്രധാന ശാന്തിമാരായി ചുമതലയേറ്റപ്പോൾ അവർക്ക് വേണ്ട കൃത്യമായ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകിയ തന്ത്രിമാരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടാമെന്ന പാലിയം വിളംബരത്തിന്റെ അന്തസത്തയെ പ്രവൃത്തിയിലൂടെ തന്നെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അനിരുദ്ധൻ തന്ത്രികൾ. എന്തായാലും അദ്ദേഹത്തിന്റെ ശിഷ്യരെല്ലാവരും തന്നെ അദ്ദേഹത്തെ യാത്രയാക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. അതിന് മുന്നോടിയായുള്ള മതപരമായ ചടങ്ങുകൾ ഇപ്പോൾ ഈ ശ്രീ ഗുരുദേവ തന്ത്ര വിദ്യാപീഠത്തിൽ നടക്കുകയാണ്. യെസ്, താന്ത്രികാചാര്യന് യാത്രാമൊഴി നൽകാൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.